കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ദാനിയേൽ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള 10 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: യഹൂദ രാജാവായ യഹോയാക്കീമിനു പുറമെ കർത്താവ് ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്ത്? ആലയത്തിലെ പാത്രങ്ങളിൽ ചിലത്. രണ്ടാമത്തെ ചോദ്യം: യെരുശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ബാലന്മാരെ എന്താണ് പഠിപ്പിച്ചത്? കൽദയരുടെ വിദ്യയും ഭാഷയും. മൂന്നാമത്തെ ചോദ്യം: ദാനിയേലും സുഹൃത്തുക്കളും കൽദയ ദേശത്തുള്ളവരെക്കാൾ എത്ര മടങ്ങ് വിശിഷ്ടരായിരുന്നു? പത്തിരട്ടി. നാലാമത്തെ ചോദ്യം: ദാനിയേൽ എത്ര രാജാക്കന്മാരുടെ കാലത്തുവരെ ജീവിച്ചിരുന്നു? 4. നെബൂഖദ്നേസർ, ബെൽഷസ്സർ, ദാര്യാവേശ്, കോരശ്. അഞ്ചാമത്തെ ചോദ്യം: ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കാൻ രാജാവ് നിയോഗിച്ചത് ആരെ? ആര്യോക്ക്. ആറാമത്തെ ചോദ്യം: നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടുണ്ടാക്കിയ ബിംബത്തിന്റെ ഉയരം എത്ര? 60 മുഴം. ഏഴാമത്തെ ചോദ്യം: ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇടാൻ കൽപ്പിച്ച രാജാവ് ആര്? ദാര്യാവേശ്. എട്ടാമത്തെ ചോദ്യം: യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് ആർക്ക്? യിരെമ്യാവിന്. ഒൻപതാമത്തെ ചോദ്യം: ആഴ്ചവട്ടത്തിന്റെ മധ്യേ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കുന്നത് ആര്? വരുവാനിരിക്കുന്ന പ്രഭു. പത്താമത്തെ ചോദ്യം: മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുന്നത് ആര്? അത്യുന്നതനായ ദൈവം. ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം കൂട്ടുകാർക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.